അനുപേ നമ്മുടെ പൊന്നൻ ചേട്ടനെ അങ്ങനെ വലിയ മോഹങ്ങളോ ബിസിനസ് സംരംഭങ്ങളോ ഒന്നുമില്ല. ഇതേപോലെ ലോട്ടറി കച്ചവടം, ഒരു നല്ല കടയിടണം, അത്യാവശ്യം സമാധാനത്തിൽ ജീവിച്ചു പോകണം. 76 വർഷം ജീവിച്ച മനുഷ്യനല്ലേ, എത്രയോ കഷ്ടപ്പെട്ട് ജീവിച്ച മനുഷ്യനാ അനൂപേ. അതെ, എനിക്ക് പുള്ളിയുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 മാസത്തിനകത്ത് വെച്ച് ക്യാഷ് നമ്മളെ കയ്യിൽ വരും. അപ്പോൾ മാക്സിമം ഒരു 3 മാസം പുള്ളി ഇതൊന്നും എടുക്കരുത്, ആർക്കും കൊടുക്കാനോ എന്ത് ബുദ്ധിമുട്ടൊന്നും ചെയ്യരുത്. അത് നമ്മൾ ബാങ്കിൽ ഇടുമ്പം തന്നെ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് മതി, നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ 3 മാസം കഴിഞ്ഞ് കേന്ദ്രത്തിൻ്റെ ടാക്സ് അടച്ചതിന് ശേഷം മാത്രമേ ഈ ക്യാഷ് ചേട്ടൻ എന്തെങ്കിലും ചെയ്യാവൂ. അത് പലവർക്കും അറിയില്ല. അത് കിട്ടിയ അവിടെ മൊത്തത്തിൽ നമുക്ക് എടുത്ത് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഇതാണ്. അങ്ങനെയല്ല, ടാക്സ് അടച്ചതിന് ശേഷം മാത്രമേ ചേട്ടൻ ബന്ധുക്കൾക്കായാലും ആക്കായാലും എന്തും ചെയ്യാവൂ. അതൊന്ന് ശ്രദ്ധയോടെ ചെയ്യണം. അത് വലിയൊരു കാര്യമാണത്. അത് അവർ നമുക്ക് പറഞ്ഞു തരില്ല. നമ്മളൊരു ചാർട്ട് അക്കൗണ്ട് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റുമോ അത് എപ്പോഴാണ് അടയ്ക്കാനുള്ളതാണ്, എത്രയാണ് അടയ്ക്കാനുള്ളതെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ എടുത്ത് ചേട്ടൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഓക്കെ. ഒരുപാട് പേര് പൊന്നൻ ചേട്ടാ സഹായമൊക്കെ ഇനിയിപ്പോൾ ചോദിച്ചു വരും. അത് പല രീതിയിൽ നമുക്ക് ഇന്നത്തെ വരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരും പല 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 സങ്കടങ്ങൾ പറഞ്ഞ് പലതും വരും. അതിലൊന്നും ഇപ്പം ചേട്ടൻ വിടാതിരിക്കുക. ചേട്ടൻ 3 മാസം ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് ചേട്ടൻ നോക്കി പല സിറ്റുവേഷനുമായിട്ടുള്ള ഒരേ ആൾക്കാർ വരുമല്ലോ. ഒരുപാട് കഥകൾ പറഞ്ഞുള്ള മനുഷ്യർ വരും. അതൊക്കെ ചിലപ്പോൾ യാഥാർത്ഥ്യമുള്ളതും ആവാം, ചിലത് വ്യാജവും ആവാം. അതെ, എനിക്ക് അടിച്ചപ്പോൾ തന്നെ ഇതിനു മുമ്പ് അടിച്ച ചേട്ടൻ വിളിച്ച് എൻ്റെ അടുത്ത് പല ഉപദേശങ്ങളും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം ഉൾക്കൊണ്ട് അതനുസരിച്ചാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് കറക്റ്റായി ചെയ്യാൻ പറ്റി. അപ്പോൾ അതാണ് ഞാൻ ചേട്ടനും പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ എല്ലാം നമുക്ക് ഇതാവും. ഓക്കെ. നമുക്കിപ്പോൾ ചേട്ടന് അത്യാവശ്യത്തിനുള്ള എമൗണ്ട് നമുക്ക് കിട്ടും. അത്യാവശ്യം ബാങ്കിൽ ഇട്ടാലും നമുക്ക് പലിശ തന്നെ മതിയാവും ചേട്ടന്. അത് കഴിഞ്ഞ് ചേട്ടൻ എടുത്ത് ചെയ്യുക. ബാങ്കിൽ ഇട്ടാൽ കിട്ടും, ചേട്ടന് നല്ലൊരു എമൗണ്ട് കിട്ടും, അതിൽ നിന്ന് കിട്ടും. അത് മതി ചേട്ടന് 2-3 മാസം മുന്നോട്ട് പോയാൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ വീട് ചേട്ടൻ്റെ ഇഷ്ടം പോലെ എന്തുവേണോ ചെയ്യാം. അതൊന്നും ചേട്ടൻ ശ്രദ്ധിക്കുക. അത് ഓക്കെ ചേട്ടാ. അപ്പോൾ ചേട്ടാ സന്തോഷം. അപ്പോൾ ഉഷാറായിരിക്കുക, ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുക ഇനിയുള്ള സമയം കേട്ടോ വിനോദേ. അപ്പം അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കുഞ്ഞാഗ്രഹങ്ങളല്ലേ ഉള്ളൂ. വിനോദും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ പ്ലാൻ അല്ലേ? സന്തോഷം വിനോദേ, സന്തോഷം പൊന്നൻ ചേട്ടാ, സന്തോഷം ചേച്ചി കണ്ടതിൽ. അനൂപേ താങ്ക് യു. അപ്പോൾ ഉഷാറായി യാത്രയൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുക. ഒരു കാലം മുഴുവൻ കഷ്ടപ്പെട്ടതിന് ദൈവം തന്നതാണ് എന്നാണ് ആ കുടുംബം കരുതുന്നത്. അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തേക്ക് ഒന്ന് പോയി കാണണം, അത്യാവശ്യം കൊച്ചു കൊച്ചു യാത്രകളൊക്കെ നടത്തണം എന്നുള്ളതാണ്. സന്തോഷം അല്ലേ? ഈ എത്രയോ കഷ്ടപ്പാടുകൾ കഴിഞ്ഞ് അദ്ദേഹം പറയണം ഈ 2 വർഷമേ ഉള്ളൂ, എന്താ സ്വപ്നം. ജീവിതത്തിൽ ഇത് വലിയ പാഠമാണ്. നമ്മളിപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് സ്വപ്നം ചെയ്യുന്ന പോലെയൊന്നും അല്ല. 76 വയസ്സുള്ള പൊന്നൻ ചേട്ടൻ പറയുന്നു ഗുരുവായൂർ പോകണം, മോന് ഒത്തിരി കാര്യങ്ങൾ നടക്കണം, അത്യാവശ്യം വീട്ടിൽ ഇരിക്കണം, സന്തോഷം, അത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. സുഖം എന്നുള്ളത് പ്രായത്തിനനുസരിച്ച് മാറി വരുന്നതേ.